എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. നാട്ടിൽ സകല തറ പരിപാടികളും കാണിച്ചു നടന്ന എന്നെ നന്നാക്കാനാണ് അച്ഛൻ ഡിഗ്രിക്ക് പഠിക്കാനായി ഷീജ ആൻറ്റിയുടെ വീട്ടിലേക്ക് അയച്ചത്. അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യയാണ് ഷീജ ആൻറ്റി. പ്രായം 36. അച്ഛൻ്റെ അനുജൻ പഴയ വണ്ടികളും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമാണ് ചെയ്തു വരുന്നത്. 2 മക്കളുള്ളതിൽ മൂത്തവൾ +2-നും ഇളയവൻ 9-ലും പഠിക്കുന്നു. നാട്ടിലുള്ള ചില പെണ്ണുങ്ങളുമായി എനിക്കുണ്ടായിരുന്ന ബന്ധം അച്ഛൻ അറിഞ്ഞതാണ് ദൂരെയുള്ള ആൻറ്റിയുടെ വീട്ടിലേക്ക് എന്നെ പറിച്ചു നടാൻ കാരണം. വയനാട്ടിലാണ് ആൻറ്റിയുടെ വീട്. അവിടെ അടുത്തൊരു കോളേജിൽ എനിക്ക് അഡ്മിഷനും ശരിയാക്കി. എന്നെ അവിടെ കൊണ്ടുവിടാൻ അച്ഛനും കൂടെ വന്നിരുന്നു. ഗൾഫിൽ നിന്നും ഏതോ അറബിയെ മൂടോടെ വിഴുങ്ങി കോടിക്കണക്കിന് പണമായി എത്തിയ എൻ്റെ അച്ഛൻ എൻ്റെ ചിലവിലേക്ക് 2 ലക്ഷം രൂപയുടെ ഒരു ചെക്കാണ് ചെറിയച്ഛന് നൽകിയത്. ആ ചെക്ക് കണ്ട് പാവം ഹാർട്ട് അറ്റാക്ക് വന്ന് ചാകുമോ എന്ന് ഞാൻ ശങ്കിച്ചു. അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ മുഖഭാവം. ഞങ്ങളെ അന്യരായി കണ്ടതുകൊണ്ടല്ലേ ഈ പണം തന്നത്? ഉള്ളിലെ സന്തോഷം പുറമേ കാണിക്കാതെ പരിഭവത്തോടെ ചെറിയച്ഛൻ പറഞ്ഞു. ഇത് തന്നെ കുറഞ്ഞു എന്നാണ് എൻ്റെ ശങ്ക. പണം ഒരു വിഷയമല്ല. അത്യാവശ്യം എന്താവശ്യം വന്നാലും എന്നെ അറിയിച്ചാൽ മതി. നിന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പണം ഇട്ടോളാം. പക്ഷേ ഇവൻ്റെ പഠിപ്പ് കഴിയാതെ അങ്ങോട്ട് വിടരുത്. അത്രയും ഒരു ഉപകാരം മാത്രം നീ ചെയ്തു തരണം. അച്ഛന് ആ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു. അവൻ്റെ കാര്യമൊക്കെ ഞാനും ഷീജയും കൂടി നോക്കിക്കോളാം. അവൻ മിടുക്കനല്ലേ. പണം കിട്ടിയ സന്തോഷമായിരുന്നു ആ പുകഴ്ത്തലിന് പിന്നിൽ. ചായ. ഷീജ ആൻറ്റി ഒരു ട്രേയിൽ ചായയുമായി വന്നു. എന്തായാലും ഇവനെ ഇവിടെ ആക്കിയത് നന്നായി. ഞാൻ കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് ഇടയ്ക്കിടെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പോകാറുണ്ട്. വീട്ടിൽ ഇവളും പിള്ളേരും തനിച്ചല്ലേ. ഇവനുള്ളത് കൊണ്ട് അവർക്കൊരു കൂട്ടുമായി. ചായ കുടിക്കുന്നതിനിടെ ചെറിയച്ഛൻ പറഞ്ഞു. ഷീജ ആൻറ്റി തുടുത്ത മുഖത്തോടെ എന്നെ തന്നെ സാഗൂതം നോക്കുകയായിരുന്നു. ഒരു നൈറ്റി ധരിച്ചിരുന്ന ആൻറ്റി തലയിൽ ഒരു ഷാളും ഇട്ടിരുന്നു. 2 പ്രസവിച്ചെങ്കിലും ആൻറ്റിക്ക് പ്രായം ലേശം പോലും കൂടിയിട്ടില്ല എന്നെനിക്ക് തോന്നി. പണ്ട് കണ്ടതിനേക്കാൾ സൗന്ദര്യവും ചെറുപ്പവും കൂടിയിരിക്കുന്നു. ആൻറ്റിയെക്കുറിച്ച് അനാവശ്യ ചിന്തകൾ വേണ്ട എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവനെന്താ നാട്ടിൽ വല്ല കുസൃതിയും ഒപ്പിച്ചോ? കള്ളച്ചിരിയുടെ ആൻറ്റി ചോദിച്ചു. കുറേ കൂട്ടുകാരുണ്ട് ഇവന്മാരുടെ കൂടെ. പിഴച്ചു പോകുമെന്ന് പേടിച്ചിട്ടാ കൊച്ചേ ഞാനിവിടെ ആക്കുന്നത്. ഇവിടെ ആകുമ്പോൾ തൊട്ടടുത്ത് വീടുകൾ അധികം ഇല്ലാത്തതുകൊണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളും. അച്ഛൻ രൂക്ഷമായി നോക്കി പറഞ്ഞു. നീ +2-ന് മാത്സ് അല്ലേ പഠിച്ചത്? ആൻറ്റി എന്നോട് ചോദിച്ചു. അതെ ആൻറ്റി. മോളും മാത്സാണ് എടുത്തിരിക്കുന്നത്. പെണ്ണിന് ഒട്ടും ബുദ്ധിയില്ല പഠിക്കാൻ. നീ അവൾക്ക് വല്ലതും പറഞ്ഞു കൊടുക്കണം. ഇവിടെ അടുത്തെങ്ങും ട്യൂഷനും ഒരാളെ കിട്ടാനില്ല. ഞാൻ തലയാട്ടി. അത് ചോദിക്കാൻ മറന്നു. പിള്ളേരെപ്പം വരും? അച്ഛൻ ചോദിച്ചു. 4 മണി കഴിയും. ഓ, അത്ര വരെ കാക്കാൻ പറ്റില്ല. എനിക്ക് നേരത്തെ അങ്ങ് ചെന്നിട്ട് ഒരാവശ്യമുണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞു. ചോറൊക്കെ ഉണ്ട ശേഷമാണ് അച്ഛൻ പോയത്. ആൻറ്റി എനിക്ക് കിടക്കാനുള്ള മുറി ശരിയാക്കി ഇട്ടിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ സാമഗ്രികളുമായി അവിടേക്ക് കയറി. പുതിയ വീടും പരിസരവുമൊക്കെ ചുറ്റി നടന്ന് കാണുന്നതിനിടെയാണ് പിള്ളേർ സ്കൂളിൽ നിന്നും വന്നത്. 2 പേരും എന്നെ കണ്ടപ്പോൾ ആഹ്ലാദത്തോടെ ഓടിയെടുത്തെത്തി. അവരുടെ മൂത്ത മകൾ +2-ന് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും തീരെ മെലിഞ്ഞ ശരീരപ്രകൃതിയായിരുന്നു. ചെറിയച്ഛൻ്റെ തനിപ്പകർപ്പാണ് 2 കുട്ടികളും. ഇരുനിറവും മെലിഞ്ഞ പ്രകൃതവും. 2 പേർക്കും ആൻറ്റിയുടെ നിറമോ സൗന്ദര്യമോ ശരീരവടിവോ കിട്ടിയിട്ടില്ല എന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്തായാലും കുട്ടികൾ ഞാനുമായി സൗഹൃദത്തിലായി. എൻ്റെ ജീവിതം പുതിയ സ്ഥലത്ത് ഞാൻ ആരംഭിച്ചു. ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങി. നാട്ടിൽ യഥേഷ്ടം ഉഡായ്പ് കളിച്ച് നടന്നിരുന്ന ഞാൻ പുതിയ സ്ഥലത്ത് സ്വന്തം കയ്യെ ആശ്രയിച്ച് കാര്യങ്ങൾ നീക്കി. ഷീജ ആൻറ്റി വെളുത്തു കൊഴുത്ത് അതിസുന്ദരിയായിരുന്നെങ്കിലും ഞാൻ എൻ്റെ മനസ്സിനെ വരുതിയിൽ നിർത്തി ആ തരത്തിലുള്ള ചിന്തകളെ ബഹിഷ്കരിച്ച് നല്ലവനായി മുൻപോട്ട് പോയി. എങ്കിലും ഇടയ്ക്കിടെ ഞാൻ ആൻറ്റിയുടെ അവിടെയും ഇവിടെയെല്ലാം അറിയാതെ നോക്കിപ്പോകുമായിരുന്നു. ഒരു സിനിമാ നടിയെ വെല്ലുന്ന സൗന്ദര്യമാണ് ആൻറ്റിക്ക് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെണ്ണിനും ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ സ്വയം നന്നാവാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഇളകി മറിയുന്ന എൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചു. ആൻറ്റിയും എന്നോട് സ്വന്തം മക്കളോട് കാണിക്കുന്ന അതേ സ്നേഹം കാണിച്ചതിനാൽ എൻ്റെ ഉദ്യമത്തിൽ ഞാൻ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ സാധാരണഗതിയിൽ നീങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ ആ സാധാരണ പോക്ക് അധികം നീണ്ടു നിന്നില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടായത് ഒരു രാത്രി ഞാൻ വെള്ളം കുടിക്കാനായി എഴുന്നേറ്റ സമയത്താണ്. എൻ്റെ മുറി ഹാളിൻ്റെ ഈ ഭാഗത്തും അവരുടെ മുറി എൻ്റേതിൻ്റെ എതിർഭാഗത്തുമാണ്.
കുട്ടികൾ കിടക്കുന്നതും എൻ്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ്. ഡൈനിങ് ടേബിളിൽ നിന്നും വെള്ളം കുടിച്ച് തിരിഞ്ഞ ഞാൻ ആൻറ്റിയുടെ മുറിയിൽ നിന്നും അടക്കി പിടിച്ച സംസാരം കേട്ട് അല്പനേരം നിന്നുപോയി. ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് സംസാരം വ്യക്തമല്ലായിരുന്നു. എന്തായാലും സംഗതി എന്തോ വഴക്കാണ് എന്നെനിക്ക് മനസ്സിലായി. മറ്റുള്ളവരുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് ഒളിഞ്ഞു നിൽക്കുന്നത് മോശമാണ് എന്നറിയാമായിരുന്നെങ്കിലും അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി. ഞാൻ ചെന്നു ചെവിയോർത്തു. ഇതെന്താ ഇങ്ങനെ തളർന്നു കിടക്കുന്നത്? ഒന്ന് പൊങ്ങടാ മോനെ. ആൻറ്റിയുടെ ആ സ്വരം ഞെട്ടലോടെ ഞാൻ കേട്ടു. നിനക്ക് ഈ ഒരു ചിന്തയുള്ളോ? പിള്ളേരൊക്കെ വലുതായി, ഇനിയും പഴയ പോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെറിയച്ഛൻ്റെ കോപം കലർന്ന സംസാരവും. എത്ര നാളായി ചേട്ടാ ഒന്ന് ചെയ്തിട്ട്? എൻ്റെ പൊന്നല്ലേ പ്ലീസ്. കടിമൂത്ത ആൻറ്റിയുടെ ആ സ്വരം കേട്ടപ്പോൾ എൻ്റെ ചങ്കിടിപ്പിൻ്റെ താളം തെറ്റുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ഷീജെ, നീ കിടക്ക്. നാളെ രാവിലെ എനിക്ക് കർണാടകയിൽ പോവേണ്ടതാണ്. ഗൾഫുകാരുടെ ഭാര്യമാരുടെ ഗതിയാണല്ലോ എനിക്കും. നീ ആദ്യം ഈ ചിന്ത കള. ഇതിനൊക്കെ ഒരു പ്രായപരിധിയില്ലേ? ഇപ്പോഴും കൊച്ചു പെൺകുട്ടികളെപ്പോലെ. പെണ്ണിനെ കെട്ടിക്കാറായി, ഓർമ്മ വേണം. ഞാനെന്ത് ചെയ്യാനാ? എത്രാന്ന് കണ്ട കടിച്ചു പിടിച്ച് ജീവിക്കുന്നത്? ചേട്ടനോടല്ലാതെ ഇതൊക്കെ ഞാൻ വേറെ ആരോടാ പോയി പറയേണ്ടത്? ഭ്രാന്ത് പിടിച്ചു പോവും ചിലപ്പോൾ. ആൻറ്റി കെഞ്ചുന്നു. ഷീജെ, നീ ഉറങ്ങാൻ നോക്ക്. പിന്നെ ഞാൻ സംസാരമൊന്നും കേട്ടില്ല. എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നറിയാൻ ഞാൻ ഉള്ളിലേക്കൊന്ന് നോക്കി. പക്ഷേ കതകടച്ചിരുന്നതിനാൽ ഒന്നും കാണാൻ പറ്റിയില്ല. മെല്ലെ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ആൻറ്റിയുടെ ആ സംസാരം എൻ്റെ മൂപ്പിച്ചത് ഞാൻ മുറിയിൽ ചെന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ആദ്യമായി ആൻറ്റിയെ മനസ്സിലോർത്തു ഞാൻ. ആൻറ്റി അസംതൃപ്തയായി ജീവിക്കുകയാണ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ കൂടുകൂട്ടി. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ഇതാണല്ലോ പെണ്ണുങ്ങളുടെ പ്രശ്നം എന്ന് അറിയാതെ ഞാൻ ഓർത്തുപോയി. അടുത്ത ദിവസം ആൻറ്റിയെ കണ്ടപ്പോൾ തലേ രാത്രിയിലെ സംഭാഷണം എനിക്ക് ഓർമ്മ വന്നെങ്കിലും ഞാനത് പുറമെ കാണിച്ചില്ല. ചെറിയച്ഛൻ പറഞ്ഞതുപോലെ കർണാടകയ്ക്ക് പോയി. ഞാൻ ചെന്ന ശേഷം ആദ്യമായാണ് ചെറിയച്ഛൻ വ്യാപാര ആവശ്യത്തിന് പുറത്തു പോകുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് എത്തൂ എന്ന് എന്നോടും ചെറിയച്ഛൻ പറഞ്ഞിരുന്നു. ചെറിയച്ഛൻ പോയതോടെ ആൻറ്റിയുടെ പ്രസരിപ്പ് കൂടിയതുപോലെ എനിക്ക് തോന്നി. അമ്മേ, ഞങ്ങൾ ചേട്ടനെയും കൂട്ടിക്കോട്ടെ? വൈകിട്ട് സ്കൂളിൽ നിന്നും എത്തിയ കുട്ടികൾ ആൻറ്റിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. വേണ്ട, നിങ്ങൾ പോയാൽ മതി, അവനിവിടെ നിന്നോട്ടെ, ആൻറ്റി പറഞ്ഞു. എവിടെ ആൻറ്റി? ഞാൻ ചോദിച്ചു. എൻ്റെ കുടുംബ വീട്ടിൽ. അവിടെ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച വൈകിട്ട് ഇവർ രണ്ടും അവിടേക്ക് പോകും. ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളെ അവിടെ നിർത്തണമെന്ന് അവർക്ക് വലിയ നിർബന്ധമാണ്, ആൻറ്റി പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തിളച്ചു മറിയുന്നത് ഞാൻ അറിഞ്ഞു. ചെറിയച്ഛൻ ഇല്ല. ഇനി കുട്ടികൾ കൂടി പോയാൽ വീട്ടിൽ ആൻറ്റിയും ഞാനും മാത്രം. എൻ്റെ രക്തയോട്ടം പൊടുന്നനെ കൂടുന്നത് ഞാൻ അറിഞ്ഞു. മനസ്സ് വല്ലാതെ ഇളകിയിരുന്നു. പാടില്ല എന്ന് സ്വയം പറയും തോറും മനസ്സിൻ്റെ ചാഞ്ചാട്ടം കൂടിയതേയുള്ളൂ. പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ ആൻറ്റി കുളിക്കാൻ കയറി. ഞാൻ ആദ്യ പിടിച്ച മനസ്സുമായി തൊടിയിലേക്ക് ഇറങ്ങി. എങ്ങനെയും മനസ്സിനെ വരുതിയിലാക്കുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ പുറത്തേക്കിറങ്ങിയ ഞാൻ ഒരു ഉൾവിളി കിട്ടിയതുപോലെ തിരികെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ വന്നിട്ട് നാളിതുവരെ ആൻറ്റിയുടെ മുറിയിൽ കയറിയിട്ടില്ല. മുറിയോട് ചേർന്നുള്ള കുളിമുറിയിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ഹൃദയധമനികളിൽ ശക്തമായി മിടിച്ചു. മെല്ലെ ഞാൻ ആൻറ്റിയുടെ മുറിയിലേക്ക് കയറി. എൻ്റെ ഉൾവിളി ശരിവെച്ചുകൊണ്ട് ഞാനത് കണ്ടു. കട്ടിലിൽ അയച്ചിട്ടിരിക്കുന്ന ആൻറ്റിയുടെ വസ്ത്രങ്ങൾ. പാടില്ല പാടില്ല എന്ന് പലതവണ മനസ്സിലോട് പറഞ്ഞിട്ടും കാലുകൾ മുൻപിലേക്ക് തന്നെ നീങ്ങി. എൻ്റെ സിരകളിലൂടെ വൈദ്യുതി പാഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൂടി കണ്ടതോടെ എൻ്റെ ഹൃദയമെടുപ്പ് വൻ വേഗതയിലായി.